ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ സ്കൂളിൽ ശാസ്ത്രമേളയാണ്. അപ്പോൾ അവിടേക്കുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ പല ഭാഗങ്ങളും ഞാൻ എടുത്തേക്കില്ല. എൻ്റെ ഞാൻ ആ സമയത്ത് എടുക്കാൻ തോന്നി. അപ്പോൾ എടുക്കുന്ന കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലുതാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഈ ഒരു ബോർഡേ ഉള്ളൂ, ഈ ഒരു ബേസേ ഉള്ളൂ. അപ്പോൾ ആ ബേസിൽ വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് മലകളാണ്. ബാക്ക് കാണുന്നതൊക്കെ നമ്മൾ പ്ലാസ്റ്റർ പ്ലാരിസം വെച്ച് ഉണ്ടാക്കാൻ നോക്കിയതാണ്, വർക്കാകാത്തതാണ്. കാരണം ഞാനാണ് ഉണ്ടാക്കിയിരുന്നത്. കൂടുതൽ വെള്ളമായതുകൊണ്ട് അത് നടന്നില്ല. അപ്പം അച്ഛൻ പോയിട്ട് സിമൻറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പം ഞാൻ ആ തുണി മുക്കിയത് സിമൻറ്റിലാണ്. അത് വെച്ചിട്ടാണ് താഴോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുകളിലും അങ്ങനെ തന്നെ ഞങ്ങൾ സിമൻറ്റ് മുക്കിയ ഒരു തുണി ഇട്ടിട്ട് സെറ്റാക്കി വെച്ചതാണ്. എൻ്റെ മുകളിൽ പ്ലാസ്റ്റർ പാരിസത്തിന് ഇട്ടതാണ്. വെള്ളം കൂട്ടാണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ്. പിറ്റേ ദിവസത്തേതാണ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം ഞാനത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഫുള്ള് ഞാൻ വൈറ്റ് പെയിൻ്റ് അടിച്ചു, ആൻഡ് ഒരു മണ്ണിൻ്റെ കളറടിച്ചു, പായലിട്ടു. പിന്നെ താഴോട്ട് ഇത് 2 സെക്ഷനാണ് കേട്ടോ. മുകളിലുള്ളത് വേറതും താഴെയുള്ളത് വേറതും. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോയിൽ പൈപ്പിംഗ് ആണ്. എന്ന് വെച്ചാൽ ഉരുൾപൊട്ടലാണ് ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉരുൾപൊട്ടലാണ് ഉണ്ടാക്കുന്നത്. താഴെ പണ്ടത്തെ കാലത്തതും മുകളിലത്തത് ഇപ്പോഴത്തെ കാലത്തതും അവസ്ഥയായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ ഈ കാണുന്നത് നമുക്ക് തെന ഇട്ടാൽ മതിയാണ്. തെന ഒരു ദിവസം കൊണ്ട് ഇതാക്കാത്തത് കൊണ്ട് നമ്മൾ പുല്ല് വെട്ടിയാക്കുകയാണ്. ആ പുല്ല് ഫുള്ള് എൻ്റെ അച്ഛമ്മയാണ് വെച്ചത്. എൻ്റെ അച്ഛനും ആ അടുത്തുനിന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഫുള്ള് ഞാൻ ബ്രൗൺ അടിച്ചു. അങ്ങനെ ഒരു റിവർ പോലെ പെയിൻ്റ് അടിച്ചു. പായലും പൂപ്പലും മണ്ണും ഒക്കെ എടുത്ത് ഞാൻ ആ മലേൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ കമ്പൊക്കെ ഒടിച്ച് ചെളി ഉണ്ടാക്കി അതിന് മുക്കിയിട്ട് ആ പൊട്ടുന്ന ഭാഗത്തും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ പായലൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് താഴോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് അതൊരു വലിയ രസം തോന്നിയില്ല ആ വെച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെച്ചത്. പിന്നെ ഇതിലേക്ക് കുറേ വീടുകളും കുറേ ഐറ്റംസ് വരാനുണ്ടായിരുന്നു. കാരണം അതൊക്കെ എൻ്റെ പാർട്ട്ണറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഓളെ കയ്യിലായിരുന്നു. അതിന് സ്കൂളിൽ പോയിട്ടുള്ള ഒരു വിഷ്വൽ എൻ്റെ കയ്യിലില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു, ബട്ട് ഇല്ലായിരുന്നു. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് രാത്രി ആയിരുന്നു. രാവിലെ ഞാൻ ചായ കുടിച്ച പാടെ തുടങ്ങിയതായിരുന്നു. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾക്ക് റിസൾട്ട് ഇതുവരെയായിട്ട് വന്നില്ല. അത് വരുന്നുള്ളൂ. വന്നാൽ ഞാൻ ഉറപ്പായിട്ടും പറയും. കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലുതിൻ്റെതായിരുന്നു എന്ന് തോന്നുന്നു. ഇതാണ് ഉരുൾപൊട്ടലിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ താഴെ ഞാൻ പറഞ്ഞ പോലെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. പിന്നെ ഇത് ഫുള്ള് ഞാൻ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു പോയിൻറ്റും കൂടി ഉണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഷെയർ ചെയ്യണമെന്ന് പറയില്ല, ചെയ്തോളി. ഓക്കെ, ബൈ.